കഴിഞ്ഞ 2 മാസമായി കോർപ്പറേഷൻ ഭരണസമിതി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കോർപ്പറേഷൻ ഭരണസമിതിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായും ആറ്റുകാൽ ട്രസ്റ്റുമായി ചേർന്ന് അതുപോലെ സന്നദ്ധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് ചേർന്ന് കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വരികയാണ്. ഏറെക്കുറെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വളരെ നന്നായിട്ട് ആറ്റുകാൽ പൊങ്കാല വളരെ മനോഹരമായിട്ട് നടക്കുവാനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും പൂർത്തിയായി. ഭക്തജനങ്ങളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം നഗരം. തീർച്ചയായിട്ടും ഇതുവരെ സഹകരിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഒരുമിച്ച് നിന്ന് സജീവമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെ പല മീറ്റിങ്ങുകളും നടന്നു. കോർപ്പറേഷന്റെ ഫൈനൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇന്റർ ഡിപ്പാർട്ട്മെന്റ് യോഗം നാളെ വിളിച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഇനി ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് അത്തരത്തിലുള്ള യോഗം വിളിച്ചിട്ടുണ്ട്. വെൻഡിങ് പോയിന്റുകളുടെ എണ്ണം കൂട്ടി. അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, മുമ്പ് PTP മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഐരാണിമുട്ടവും വെള്ളയമ്പലവും കൂടി വെൻഡിങ് പോയിന്റ് ആയിട്ട് വെള്ളം കൊടുക്കുവാനുള്ള കേന്ദ്രങ്ങളാക്കി തുറന്നിട്ടുണ്ട് ഈ ക്രൈസിസ് ഒന്ന് തരണം ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഇന്നിപ്പോൾ ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ പേരൂർക്കട വളരെ മുൻപ് ഒരു വെൻഡിങ് പോയിന്റ് ഉണ്ടായിരുന്നു. അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ കുടിവെള്ള ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അത് അവിടെ കൂടി ഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള സാധ്യത SC സൂപ്രണ്ടിംഗ് എങ്ങനെ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് തന്നെ, ഞങ്ങളുടെ ഉൾപ്പെടെ ഇടപെടലിന്റെ ഭാഗമായി പരിഹരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ വീണ്ടും ബുദ്ധിമുട്ടുണ്ടായാൽ അത് തരണം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന 107 ടാങ്കറുകൾക്ക് പുറമെ 60 ടാങ്കറുകൾ കൂടി കോർപ്പറേഷൻ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി നാളെ രാവിലെ 11 മണിക്ക് ഈ 60 ടാങ്കറുകളും ഒരു സ്ഥലത്ത് പുത്തരിക്കട മൈതാനത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാഹനങ്ങളെല്ലാം അവിടെ വരും. അവിടെ വച്ച് ഈ വാഹനങ്ങൾക്കൊക്കെ തന്നെ നമ്പർ ചെയ്ത് ഓരോ വാർഡിനും ഓരോ വാഹനം കൊടുക്കും. ഇപ്പോൾ കുടിവെള്ള ബുദ്ധിമുട്ട് പറയുന്ന ഒരു വാർഡിന് വെള്ളം നിറച്ച് ഒരു ടാങ്കർ കൊടുക്കും. അവിടുത്തെ കൗൺസിലറുടെയും അവിടുത്തെ HIയുടെയും ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും നിയന്ത്രണത്തിലായിരിക്കും ആ വാർഡിൽ ആ വാഹനം ഓടുന്നത്. കുടിവെള്ള ബുദ്ധിമുട്ടുള്ള മുഴുവൻ സമയത്തേക്കും ആ വാഹനം ആ വാർഡിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതിന്റെ പൂർണ്ണ ചെലവ് കോർപ്പറേഷൻ വഹിക്കും. സൗജന്യമായി ടാങ്കറും വെള്ളവും കൊടുക്കുകയാണ്. ഇനി കൂടുതൽ ടാങ്കറുകൾ വേണം, മറ്റുള്ള ഒരു വാർഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ ടാങ്കറുകൾ വേണം, അല്ലെങ്കിൽ കൂടുതൽ വാർഡുകളിലേക്ക് വേണമെങ്കിൽ കൂടുതൽ ടാങ്കറുകൾ എടുക്കുവാനും കോർപ്പറേഷൻ തീരുമാനിച്ചു, ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ 25 പുതിയ ടാങ്കുകൾ, വാട്ടർ ടാങ്കുകൾ കൂടെ വാങ്ങാൻ തീരുമാനിച്ചു. കാരണം ചില സ്ഥലത്തൊക്കെ തന്നെ ചെറിയ ഓട്ടോറിക്ഷയിലും അങ്ങനെയൊക്കെ വെള്ളം കൊണ്ടുപോയിട്ട് വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ വാഹനങ്ങളിൽ ടാങ്ക് വെച്ച് വെള്ളം കൊണ്ടുകൊടുക്കാൻ വേണ്ടി 25 ടാങ്ക് കോർപ്പറേഷൻ സ്വന്തമായി വാങ്ങാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഓർഡർ കൊടുത്തു. ഇന്ന് ഒരു അർജന്റായിട്ട് ഓർഡർ കൊടുത്ത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വാങ്ങിയിട്ട് ആ ടാങ്കുകൾ കോർപ്പറേഷൻ ഉപയോഗിക്കുകയും കോർപ്പറേഷൻ സൂക്ഷിക്കുകയും ചെയ്യും ഏത് സമയത്ത് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ വെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. അരികെ പോയി വെള്ളം കൊണ്ടുവരാനുള്ള മെക്കാനിസം കോർപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനുഷ്യസാധ്യമായി ചെയ്യാൻ കഴിയുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ ചാനലിൽ 1-2 പേര് നിരന്തരം കോർപ്പറേഷൻ വെള്ളം കൂടി പൊട്ടിച്ചൊക്കെയുള്ള വാർത്ത കൊടുക്കുന്നുണ്ട്. അവരുടേതായ മാധ്യമ സ്വാതന്ത്ര്യത്തിലിടണമല്ലോ. പക്ഷെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പരിഭ്രാന്തിയിലാകും. ഞങ്ങൾ എന്തായാലും എന്ത് വാർത്ത കൊടുത്താലും പരിഭ്രാന്തിയിലാവില്ല, ജനങ്ങൾ പരിഭ്രാന്തിയിലാവുന്നത് ഒഴിവാക്കാൻ സാധിക്കും. എന്തായാലും വാട്ടർ അതോറിറ്റിയും ശ്രമിക്കുന്നുണ്ട് പരിഹരിക്കാൻ. ഇത്രയാണ് കുടിവെള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്രൈസിസ് മാനേജ്മെന്റ് ടീം കോർപ്പറേഷനുണ്ട്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ടീമും എപ്പോഴും അവൈലബിൾ ആണ്. പൊങ്കാലയുടെ തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷം അവധി കൊടുക്കാറുണ്ട് നഗരത്തിൽ. ഇത്തവണ ഇതുവരെ അത് അനൗൺസ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഗവൺമെൻറ് ഇടപെട്ട് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം കോർപ്പറേഷനുണ്ട്. അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിലേക്ക് കത്തെഴുതും. അത് ഈ ടോയ്ലറ്റാണോ അതോ മാനുവലാണ്? ടോയ്ലറ്റുകൾ കുറെ പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ ടെമ്പററി ടോയ്ലറ്റ് മുമ്പ് വെച്ചതിൻ്റെ ഇരട്ടി എണ്ണം വയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി മാധ്യമപ്രവർത്തകർ നിരന്തരം പത്രസമ്മേളനത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ചുടുകല്ല് എന്ത് ചെയ്യും? അപ്പോൾ ചുടുകല്ല് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, മുൻ വർഷങ്ങളിൽ ചെയ്തിരുന്ന അതേപോലെ തന്നെ ചെയ്യുവാനാണ് തീരുമാനിച്ചത്. അതിനുള്ള എല്ലാ
ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ചുടുകല്ല് ശേഖരിച്ച് വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ആവശ്യപ്പെട്ട് പലരുടെയും കത്ത് ലഭിച്ചിട്ടുണ്ട്, അവർക്ക് നൽകും. പൊങ്കാല എങ്ങനെയാണോ മുൻപ് നടന്നു വന്നത് അതുപോലെ നടക്കും, മനോഹരമായിട്ട്. എന്തേ? അല്ല, റോഡ് അല്ല, അവർ സ്മാർട്ട് സിറ്റി എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഏർപ്പെടുത്തിയിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അതായത് പൊങ്കാല വളരെ നന്നായിട്ട് ജനങ്ങൾക്ക് ഇടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു നിയന്ത്രണം ഉള്ളതായിട്ട് കോർപ്പറേഷൻ അറിയിച്ചിട്ടില്ല. എന്തോ? അതാണ് ഞാൻ പറഞ്ഞത്, മുൻപ് എങ്ങനെയൊക്കെയാണോ നടന്നത് അതുപോലെ മനോഹരമായി നടക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും. അതെ, അതാണ്. അതിന് ഇപ്പോ ചില സന്നദ്ധ സംഘടനകൾ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ നഗരം വൃത്തിയാക്കുവാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ ചില പല സന്നദ്ധ സംഘടനകൾ, ചിലത് പ്രാദേശികമായിട്ടാണ്, ചിലത് പൊങ്കാല ഇടുന്ന എല്ലാ പ്രദേശങ്ങളും വൃത്തിയാക്കാമെന്ന് ആവശ്യപ്പെട്ടാണ്. അപ്പോൾ അവർ മാറ്റുന്ന ആ വേസ്റ്റ് നമ്മൾ മാറ്റിക്കൊള്ളാം. അവർ കളക്ട് ചെയ്യുന്ന മാലിന്യം അവർ സംസ്കരിക്കേണ്ട, കാരണം അവർക്ക് അതിൻ്റെ സിസ്റ്റം ഇല്ല, അത് കോർപ്പറേഷൻ സംസ്കരിക്കും. പക്ഷേ പല സന്നദ്ധ സംഘടനകളും തയ്യാറായി വന്നിട്ടുണ്ട്. എന്തായാലും കോർപ്പറേഷൻ അതിന് മുൻപുള്ള ശുചീകരണവും നടത്തും. പൊങ്കാല കഴിഞ്ഞാൽ എല്ലാ വർഷവും നടത്തുന്ന പോലെ അതിപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഹെൽത്ത് ഓഫീസറുണ്ട്, ഹെൽത്ത് സൂപ്പർവൈസർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ 1-2 പേര് ഫീൽഡിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങളൊരു 3000-ഓളം തൊഴിലാളികളെ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി മാത്രം, അതായത് തലേ ദിവസം പൊങ്കാലയ്ക്ക് വേണ്ടി ഉറക്കൊഴിയോ അങ്ങനെയൊന്നും ചെയ്യാത്ത, ഫ്രഷായിട്ടൊന്നും ചെയ്യാൻ തയ്യാറുള്ള ഒരു 3000 തൊഴിലാളികളെ, ഏകദേശം 2800-3000 വരെ തൊഴിലാളികളെ ആവശ്യം ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ആവശ്യപ്രകാരം എല്ലാ സ്ഥലത്തേക്കും നിശ്ചയിച്ചു കഴിഞ്ഞു. അതിനാവശ്യമായിട്ടുള്ള ഒരു 175-200 ഇടയ്ക്കുള്ള ടിപ്പർ ലോറികൾ ഈ ചവർ കൊണ്ടുപോകാൻ വേണ്ടി അത് എവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കേണ്ടതെന്നുള്ള സ്ഥലം പെർമിഷൻ വാങ്ങിക്കഴിഞ്ഞു. ഇത് കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെ അത് നിരത്താനുള്ള JCB അതാ സ്ഥലങ്ങളിൽ എത്തിക്കുവാനുള്ള ക്രമീകരണം നടത്തി കഴിഞ്ഞു. പലപ്പോഴും ഈ ചവർ കൊണ്ടുപോകുമ്പോഴേക്കും തീയൊക്കെ ഉണ്ടാകും, കൊണ്ടിടുമ്പോഴേക്കും പലപ്പോഴും അവിടെ തീ കത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതാ സ്ഥലങ്ങളിൽ ഫയർ എഞ്ചിൻ ഉണ്ടാകാനുള്ള സാഹചര്യം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നഗരം ഏറ്റവും ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഞങ്ങളിപ്പോൾ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മോണിറ്റർ ചെയ്തും നേതൃത്വം നൽകിയൊക്കെ തന്നെ ഈ തൊഴിലാളികളോടൊപ്പം നിന്ന് തന്നെ ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പരമാവധി സഹകരിക്കാൻ പറ്റുന്ന സംഘടനകളൊക്കെ തന്നെ കൂടെ കൂട്ടാനും ആലോചിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ തന്നെ വളരെ ഗുണം കിട്ടുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തുനിന്നും, അല്ല ജില്ലയ്ക്ക് പുറത്തുനിന്നും, ജില്ലയുടെ പല ഭാഗത്തും ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരുൾപ്പെടെ ബഡ്ജറ്റിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രത്തോളം സ്വീകാര്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ 60 ദിവസം കൊണ്ട് തയ്യാറാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ഭരണസമിതിക്ക് സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അത് നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു.